രാജ്യത്ത് കോവിഡ് കേസുകൾ വീണ്ടും ഉയർന്നു. രാജ്യത്ത് നിലവിൽ 2710 പേർ കോവിഡ് ബാധിതരായെന്നും സജീവ കേസുകൾ കേരളമാണ് മുന്നിലെന്നും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാകുന്നു. സംസ്ഥാനം തിരിച്ചുള്ള കോവിഡ് റിപ്പോർട്ട് പ്രകാരം മഹാരാഷ്ട്രയും ഡൽഹിയുമാണ് തൊട്ടുപിന്നിൽ. 1147 കോവിഡ് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ 424 പേർക്കും ഡൽഹിയിൽ 294 പേർക്കും ഗുജറാത്തിൽ 223 പേർക്കും തമിഴ്നാട്ടിലും കർണാടകയിലും 148 പേർക്കും പശ്ചിമ ബംഗാളിൽ 116 പേർക്കും കോവിഡ് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2025 ജനുവരി മുതലുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് 22 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 7 പേരാണ് മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിച്ച് മരിച്ചിരിക്കുന്നത്. കേരളത്തിൽ 5 പേരും ഡൽഹിയിൽ 2 പേരും കോവിഡ് ബാധിച്ച് മരിച്ചു. കോവിഡ് കേസുകളിലെ പെട്ടെന്നുണ്ടായ വർധനവ് കാരണം നിരീക്ഷണം ശക്തമാക്കാനും ആരോഗ്യ പ്രോട്ടോക്കോളുകൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനും സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങൾ കോവിഡ് പരിശോധനയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ സജീവമായ COVID-19 കേസുകൾ 2710 ഉയർന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ കേരളത്തിലാണെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകളും വ്യക്തമാക്കുന്നുണ്ട്. മാസങ്ങളുടെ ഇടവേളകൾക്ക് ശേഷം ഇന്ത്യയിൽ കൊറോണ വൈറസ് കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയ് 25 അവസാനിച്ച ആഴ്ചയിൽ കോവിഡ് കേസുകൾ 5 ഇരട്ടിയായി വർദ്ധിച്ച് 1000 കടന്നിരിക്കുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കേരളത്തിൽ 1147 കേസുകളും മഹാരാഷ്ട്രയിൽ 424 ഡൽഹിയിൽ 294 ഗുജറാത്തിൽ 223 എന്നിവയും തൊട്ടു പിന്നിലായി തന്നെ നിൽക്കുന്നു. കർണാടകയിലും തമിഴ്നാട്ടിലും 148 കേസുകൾ വീതവും പശ്ചിമ ബംഗാളിൽ 116 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 7 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. ഇതോടെ ഈ വർഷത്തെ ആദ്യ 5 മാസങ്ങളിൽ മരണസംഖ്യ ഏകദേശം 22 കഴിഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മഹാരാഷ്ട്രയിൽ 2 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഡൽഹി, ഗുജറാത്ത്, കർണാടക, പഞ്ചാബ്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഓരോ മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 പുതിയ മൈക്രോൺ വകഭേദങ്ങൾ LF7ഉം NB1.8ഉം കോവിഡ് കേസുകളിലെ ഈ പെട്ടെന്നുള്ള വർധനവിന് കാരണമാകുന്നുവെന്ന് വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നിരുന്നാലും JN1 രാജ്യത്ത് പ്രബലമായി തരംഗം തുടരുകയാണ്. COVID-19 കേസുകൾ വീണ്ടും ഉയർന്നതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതിനാൽ ഇന്ത്യയിൽ പൗരന്മാർക്ക് ആവശ്യമായ വാക്സിൻ ശേഖരം ഉണ്ടെന്നും ആവശ്യമെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയെ പിന്തുണയ്ക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ ഉറപ്പു നൽകുകയും ചെയ്തു. മെയ് 27 വരെ ഏകദേശം 1010 സജീവ കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നോയിഡ, ലക്നൗ, കർണാടക, മുംബൈ, അരുണാചൽ പ്രദേശ്, വാരണാസി എന്നിവിടങ്ങളിൽ നിന്നും പുതിയ അണുബാധകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. ഇത് മറ്റൊരു സാധ്യതയുള്ള വർധനവിനെ കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു. COVID-19 വാക്സിനുകളുടെ സമൃദ്ധമായ ശേഖരം വിന്യസിക്കാൻ സർക്കാർ തയ്യാറാണെന്നും മാധ്യമങ്ങളോട് സർക്കാർ പൂർണ്ണമായും അറിയിച്ചു. ഞങ്ങളുടെ പൗരന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ ശേഖരം ഞങ്ങളുടെ പക്കലുണ്ട്. മാത്രമല്ല ആവശ്യമെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോലും വാക്സിനുകൾ വിതരണം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും. ഇന്ത്യയിലെ ഭൂരിഭാഗം ആളുകളും ഏകദേശം 1 ബില്യൺ ആളുകൾ കുറഞ്ഞത് 1 ഡോസെങ്കിലും കോവിഷീൽഡിന്റെയോ കോവാക്സിന്റെയോ വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആസ്ട്രാസെനക്കയുടെ ലൈസൻസോടെ നിർമ്മിച്ച കോവിഷീൽഡ് ആവശ്യകത കുറഞ്ഞതിനാൽ 2021 ഡിസംബറിൽ ഉൽപ്പാദനം നിർത്തി. അതുപോലെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുമായി സഹകരിച്ച് ഭാരത് ബയോടെക് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ COVID-19 വാക്സിനായ കോവാക്സിൻ 2022 തുടക്കത്തിൽ ഉൽപ്പാദനം നിർത്തിയിരുന്നു. പ്രവചനാതീതമായ സീസൺ രീതിയിലുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാണ് ഈ വർധനവിന് കാരണമെന്നും ഡോക്ടർമാർ പറയുന്നു. ആഗോള ആരോഗ്യ അധികൃതർ മുൻകാല അണുബാധകളിൽ നിന്നും വാക്സിനേഷനുകളിൽ നിന്നുമുള്ള സംരക്ഷണം കുറയ്ക്കുന്നതിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു. ഇത് പ്രാദേശിക വർധനവിന് കാരണമാകാം. ഇന്ത്യയിൽ നിലവിൽ പ്രചാരത്തിലുള്ള പ്രബലമായ സ്ട്രെയിനുകളിൽ LF7, XFG, JN1 എന്നിവയാണ്. കൂടാതെ പുതിയ ഒമൈക്രോൺ ഉപവംശമായ NB1.8.1 ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. ഇത് വകഭേദങ്ങൾക്ക് സാധാരണ പനിയുടെ ലക്ഷണങ്ങളോട് സാമ്യമുള്ള ഓവർലാപ്പിംഗ് ലക്ഷണങ്ങളുമുണ്ട്. ചുമ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, നേരിയ പനി, തലവേദന, ശരീരവേദന, ചില സന്ദർഭങ്ങളിൽ ദഹനനാളത്തിന്റെ അസ്വസ്ഥത SARS-CoV-2ന്റെ സീസൺ സ്വഭാവമാണ്. ഇപ്പോൾ മറ്റ് ശ്വസന വൈറസുകളുടെ പ്രതിഫലിക്കുന്നുണ്ടെങ്കിലും അനുകൂലമായ മ്യൂട്ടേഷനുകൾ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഒരു പ്രധാന വ്യത്യാസവും ഇതിൽ നിലനിൽക്കുന്നുണ്ട്.
ഇന്ത്യയുടെ നിലവിലുള്ള വാക്സിനുകൾ ഈ പുതിയ ഉപവകഭേദങ്ങളുടെ ലക്ഷ്യം വെച്ചുള്ളതല്ല. എന്നിരുന്നാലും മുമ്പ് രോഗബാധിതരായവരോ വാക്സിനേഷൻ എടുത്തവരോ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വൈറസിന്റെ ഒരു മ്യൂട്ടഡ് പതിപ്പ് ബാധിച്ചാലും ഗുരുതരമായ ആരോഗ്യങ്ങളിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷണം നിലനിർത്തുമെന്നും ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇന്ത്യക്ക് പുതുക്കിയ COVID-19 വാക്സിനുകൾ ആവശ്യമുണ്ടോ എന്നത് ഇപ്പോഴും വിലയിരുത്തലിലാണ്. എന്നിരുന്നാലും ഉയർന്നു വരുന്ന ഗവേഷണങ്ങൾ ഉറപ്പു നൽകുകയാണ്. നേച്ചർ ഇമ്മ്യൂണിജിയയിൽ പ്രസിദ്ധീകരിച്ച അരിസോണ ഹെൽത്ത് സയൻസ് സർവകലാശാലയുടെ സമീപകാല പഠനത്തിൽ ഡെൽറ്റ, ഒമൈക്രോൺ പോലുള്ള പുതിയ വകഭേദങ്ങൾക്കെതിരെ പോലും മുൻകൂർ വാക്സിനേഷൻ ശക്തമായ രോഗപ്രതിരോധ സംരക്ഷണത്തിന് നൽകുന്നുണ്ടെന്ന് ഉറപ്പു നൽകുന്നു. വേരിയന്റ് നിർദ്ദിഷ്ട ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ശരീരത്തിന്റെ കഴിവ് ഇത് കുറിക്കുകയും ചെയ്യുന്നു. പക്ഷേ വാക്സിനേഷൻ എടുത്ത വ്യക്തികൾക്ക് ഒരിക്കലും വാക്സിനേഷൻ എടുക്കാത്തവരെ അപേക്ഷിച്ച് കൂടുതൽ ശക്തമായ രോഗപ്രതിരോധ പ്രതികരണം ലഭിച്ചു എന്ന് വരില്ല.